ബൈസെൻട്രി ഹാളാണ് ഈ കാണുന്നത്. തലശ്ശേരി കോടതിയിലാണ് ഈ ബൈസെൻട്രി ഹാൾ സ്ഥിതി ചെയ്യുന്നത്. കോടതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും ബൈസെൻട്രി ഹാളിലാണ് നടക്കാറുള്ളത്. തലശ്ശേരി കോടതിയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ബൈസെൻട്രി ഹാളിൻ്റെ ചുമരുകളിൽ പിന്നെ നിരവധി പ്രഗത്ഭരായ വക്കീലുമാരുടെ സ്മരണയ്ക്കായി ഒരുപാട് അവരുടെ ഫോട്ടോസ് ഉണ്ട്. ഞങ്ങളിന്ന് ബൈസെൻട്രി ഹാളിൽ വന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റി അദാലത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി അദാലത്ത് വിൻസി മാമിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം കുറച്ച് 3 മാസം കൂടുമ്പോൾ ചിലപ്പോൾ മാസങ്ങളിലായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ദീപയും ലളിതയും ബീനയും ഇലക്ട്രിസിറ്റി അദാലത്തുമായി ബന്ധപ്പെട്ട് വന്നതാണ്. മറ്റൊന്ന് ബാർ കൗൺസിൽ പ്രസിഡൻറ്റ്, സെക്രട്ടറി എന്നിവരുടെ പേരുകൾ രേഖപ്പെടുത്തിയ ശിലാഫലകങ്ങളും ബൈസെൻട്രി ഹാളിൽ കാണാൻ പറ്റും. ഇരിട്ടി, ശ്രീകണ്ഠപുരം ഭാഗങ്ങളിൽ ഇലക്ട്രിക് ടവറുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് സ്ഥലം നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നഷ്ടപരിഹാരത്തിൻ്റെ കേസ് കോടതിയിൽ നടക്കാറുണ്ട്. അപ്പോൾ കോടതിയിൽ ദീർഘകാലമായിട്ട് നടക്കുന്ന കേസുകൾക്ക് 2 മാസം കൂടുമ്പോൾ, ചിലപ്പോൾ 3 മാസം കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി അദാലത്ത് വെക്കാറുണ്ട്. നിരവധി കേസുകൾ ഇലക്ട്രിസിറ്റി അദാലത്ത് വെച്ചപ്പോൾ ഒത്തുതീർപ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 6-ാം തീയതി, മെയ് മാസം 6-ാം തീയതിയാണ് വിൻസി മാം സ്ഥാനക്കയറ്റം കിട്ടി നോർത്ത് പറവൂരിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഇലക്ട്രിസിറ്റി അദാലത്താണ് മെയ് 6-ാം തീയതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് കണ്ണൂരിൽ നിന്ന് ഷാഹിനിയും ലീനയും ജെസ്സിനെയും കൂടി വന്നിട്ടുണ്ട് മേഡത്തിനെ കാണാൻ. മേഡം പോകുന്നത് കൊണ്ട് അവരും കൂടി വന്നിട്ടുണ്ട്. ബൈസെൻട്രി ഹാളിൽ ഇത് അദാലത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ണൂർ TLSയിൽ ഷാഹിന, ലീന, ജസ്ന കൂടി മേഡത്തിനെ കാണാൻ വന്ന് സംസാരിക്കുകയാണ്. രണ്ട് വർഷത്തെ DLS സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാഡം നോർത്ത് പറവൂരിലേക്ക് ട്രാൻസ്ഫറായിട്ട് പോവുകയാണ്. ഇലക്ട്രിസിറ്റി അദാലത്തുകൾ രാത്രി വൈകിയും ചിലപ്പോൾ നടക്കാറുണ്ട്. ഇന്ന് മെയ് 6-ാം തീയതി നടന്നത് വളരെ വേഗത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 8:30-9 മണി വരെ ഇലക്ട്രിസിറ്റി അദാലത്ത് നടക്കാറുണ്ട്.